ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി കൃഷ്ണപിള്ളയെ കുറിച്ചിട്ടാണ്. പി കൃഷ്ണപിള്ള ജനിക്കുന്നത് വൈക്കത്താണ്. വൈക്കം എന്ന് പറയുന്നത് എവിടെയാണ്? കോട്ടയത്തിലാണ്. ഇനി നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന കുറച്ച് ടേമുകളാണ് നോക്കുന്നത്. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് സഖാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം പി കൃഷ്ണപിള്ളയായിരിക്കും. പിന്നീട് എന്താണ്, നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ അമ്പലമണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതും ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് അമ്പലമണി മുഴക്കി എന്താണ് പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ആ പ്രതിഷേധിച്ച ആൾ എന്ന് പറയുന്നത് പി കൃഷ്ണപിള്ളയാണ്. അപ്പം ഇദ്ദേഹം അബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഏത് ജാതിയിൽപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നായർ സമുദായത്തിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്താണ്, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരണ സഭയുടെ പ്രചാരകൻ കൂടിയായിരുന്നു. അതായത് ഇദ്ദേഹത്തിന് ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയായിരുന്നു. അപ്പം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരണ സഭയുണ്ട്, അപ്പം ആ സഭയുടെ ഒരു പ്രചാരകനാണ് ഇദ്ദേഹം. പിന്നീട് നമ്മൾ ഇദ്ദേഹം അംഗമായിട്ടുള്ള സംഘടനകളാണ് നോക്കുന്നത്. അപ്പം ഇദ്ദേഹം ആദ്യകാലങ്ങളിൽ എന്താണ്, INC അനുഭാവിയായിരുന്നു. അപ്പം INC തന്നെ എന്തായിരുന്നു, ഈ ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് അനുഭാവമുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പം അവരെല്ലാം കൂടി ഫോം ചെയ്തിട്ടുള്ളതായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഏതാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഇത് ഫോം ചെയ്യുന്നത് 1934 ബോംബെയിലാണ്. അപ്പം ആ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിലെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം. അതായത് കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ആര്? നമ്മുടെ പി കൃഷ്ണപിള്ള. പിന്നീട് എന്താണ്, 1935 അഖില കേരള ട്രേഡ് യൂണിയൻ വന്നു. അപ്പം അഖില കേരള ട്രേഡ് യൂണിയൻ വരുന്നത് എന്നാണ്? 1935. അപ്പം അതിലെ സെക്രട്ടറി ആരായിരുന്നു? നമ്മുടെ പി കൃഷ്ണപിള്ളയായിരുന്നു. പിന്നീട് 1939 പിണറായിൽ വെച്ചിട്ട് എന്താണ്, കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്യാണ്. അപ്പം അതിലെ സെക്രട്ടറി ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. അപ്പം ഇതിൻ്റെ ഒക്കെ സെക്രട്ടറി ഇദ്ദേഹമാണ്. ആദ്യം തന്നെ ഇദ്ദേഹം കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി. പിന്നീട് കേരള അഖില ട്രേഡ് യൂണിയൻ വന്നു, അതിൻ്റെ സെക്രട്ടറിയായി. പിന്നീട് നമ്മളെ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്തു, അപ്പം അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം. പിന്നീട് എന്താണ്, കേരളത്തിൽ ആദ്യകാല തൊഴിലാളി യൂണിയനിൽ ഒന്നായിട്ടുള്ള ഒന്നാണ് കാലിക്കറ്റ് ലേബർ യൂണിയൻ. അപ്പം അത് സംഘടിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതും പി കൃഷ്ണപിള്ളയാണ്. ഇത്രയാണ് നമ്മൾ പി കൃഷ്ണപിള്ള അംഗമായിട്ടുള്ള സംഘടനകൾ പഠിക്കുന്നത്. പിന്നീട് ഇദ്ദേഹം പങ്കെടുത്ത സത്യാഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇദ്ദേഹം എന്താണ്, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉപ്പു സത്യാഗ്രഹം കോഴിക്കോട് ടു പയ്യന്നൂർ വരെ നടന്നിട്ടുള്ള ഒരു സമരത്തിൽ എന്താണ് ഇദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അപ്പം അതിൽ പങ്കെടുത്തതിന് എന്താണ്, ഇദ്ദേഹം ജയിൽവാസമൊക്കെ അനുഭവിക്കുന്നുണ്ട്. പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഇദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞു. അതിനുശേഷം എന്താണ്, അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നുണ്ട്. പിന്നീട് ഇതാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന സത്യാഗ്രഹങ്ങൾ. പിന്നീട് ഇദ്ദേഹം എന്താണ്, പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാടകം വന്യ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാടകം വന്യ സത്യാഗ്രഹം എന്ന് പറയുന്നത് കാസർഗോഡാണ് നടക്കുന്നത്. അതെന്താണ്, അവിടെ ഈ ബ്രിട്ടീഷുകാരെന്താണ് അവിടുത്തെ വനങ്ങളിൽ നിന്നെന്താണ് വിറകെടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് നടന്നൊരു സമരമായിരുന്നു കാടകം വനസത്യാഗ്രഹം. അതിൻ്റെ മെയിൻ നേതാവ് എന്ന് പറയുന്നത് AV കുഞ്ഞമ്പു ആണ്. അത് നടക്കുന്നത് കാസർഗോഡാണ്. അപ്പം അതിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ പാപ്പിനിശ്ശേരി അറോൺ മിൽ സമരമുണ്ട്, അത് കണ്ണൂരായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. AKGയുടെ കൂടെ ഇദ്ദേഹം ആ ഒരു സത്യാഗ്രഹത്തിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഈ പാപ്പിനിശ്ശേരി അറോൺ മിൽ സമരത്തിൽ AKGയും പങ്കെടുത്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇദ്ദേഹം കൊച്ചി ദേശീയ പ്രസ്ഥാന രംഗത്ത് സജീവമായിരുന്നു. അതുപോലെ തന്നെ മലബാറിലെ കാർഷിക സമരത്തിലൊക്കെ ഇദ്ദേഹം സജീവമായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഉപ്പ് സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും പുന്നപ്ര വയലാർ സമരമാണ്. ബാക്കി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അദ്ദേഹം ഇത്തരത്തിലുള്ള മറ്റുള്ള സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്തിരുന്നു എന്ന്. ഇനി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കോട്ടിലേക്കാണ് പോകുന്നത്. സഖാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ പി കൃഷ്ണപിള്ളയാണ്. പിന്നീട് ഇദ്ദേഹം എന്താണ്, വൈക്കം സത്യാഗ്രഹത്തിന് എന്ത് പറയുന്നുണ്ട്, മലബാർ ലഹളയ്ക്ക് ശേഷം കേരളത്തിൽ ആദ്യമായി നടന്ന സംഘടിത മുന്നേറ്റമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നുണ്ട്. ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് പി കൃഷ്ണപിള്ളയ്ക്ക് 18 വയസ്സേ ഉള്ളൂ. അപ്പം ഇദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു കോട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് എന്താണ്, ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു കോട്ടാണ്, അച്ഛനോട് മിഠായി വാങ്ങിത്തരാൻ വേണ്ടി കുട്ടികൾ കരയുന്നത് പോലെ നിങ്ങൾ എന്തിനാ ഗാന്ധിധരോട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലവിളിക്കുന്നത്, അത് നേടിയെടുക്കുക തന്നെ വേണം എന്നുള്ള ഒരു രീതിയിൽ ഇദ്ദേഹം ഒരു കോട്ട് പറയുന്നുണ്ട്. പിന്നീട് എന്താണ്, ഇദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആലപ്പുഴയിൽ കണ്ണാർ കാടിൽ എങ്ങനെയാണ്, പാമ്പ് കടിയേറ്റിട്ടാണ് മരിക്കുന്നത്. അപ്പം പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് പി കൃഷ്ണപിള്ളയാണ്. ഇത്രയാണ് നമ്മൾ പി കൃഷ്ണപിള്ളയെക്കുറിച്ച് പഠിക്കുന്നത്.